പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ സബ്ജക്റ്റാണ് എന്നുള്ളത് കൊണ്ട് ഭാഗമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനോടകം നമ്മൾ ചിന്തിച്ചു. പിന്നെയും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ധാരാളം പ്രാദേശിക സഭകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് നിമിത്തം ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമക്കള് ലോകത്തിൻ്റെ ഒരു സ്ഥിതി ഒന്ന് വിലയിരുത്തിയാൽ, നമ്മളാരും രാഷ്ട്രീയക്കാരല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാൻ കഴിയും. നമ്മൾ സാധാരണ ആളുകളാണ്. എന്നാലും ഓരോ രാജ്യങ്ങൾ, ഓരോ ഇടങ്ങളിൽ എന്തെല്ലാമാണ് നടക്കുന്നത്, രാഷ്ട്രീയപരമായി ഒരു വല്ലാത്ത സ്ഥിതിയാണ് നാം കാണുന്നത്. മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ഏഷ്യയിലായിക്കോട്ടെ, ഇതുപോലെ തന്നെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം. മാധ്യമങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നു. കേരളത്തിലൊക്കെ സംഭവിച്ചത് ഇതിനോടകം നിങ്ങൾക്കെല്ലാം അറിയാം. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മീകമായ അന്തരീക്ഷത്തെയും ഒന്ന് ശ്രദ്ധിച്ചു. ഇതുപോലെ തന്നെ ആത്മീകമായ മുന്നേറ്റത്തിന് പകരം മറ്റ് പല നിലകളിലേക്ക് പലരും വഴുതിപ്പോകുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദുഃഖകരമായ കാര്യം, വഴുതിപ്പോകുന്നവർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മേഖലകളിലും, വെദർ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ, ക്ലൈമാറ്റിക്, ഈവൻ സ്പിരിച്വൽ, അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിൻ്റെ നടുവിൽ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനത്തിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നത്, നമ്മളൊക്കെ ആയിരിക്കുന്ന ദൈവസഭകളിലേക്ക് ഈ പ്രധാനപ്പെട്ട ചിന്ത മടങ്ങി വരണം. ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ച് അതിന് വലിയ ദൈവപ്രവൃത്തി നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതിനോടകം ഒന്നാമത് കർത്താവിൻ്റെ വിളിയാണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യമായി. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം കർത്താവിനെ ആളുകൾ അനുഗമിക്കുവാനായിട്ട് കർത്താവ് വിളിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്കിനിയും കൺഫ്യൂഷൻസ് ഇല്ല. രണ്ടാമത്, തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് മഹാനിയോഗം അവർക്ക് കൊടുക്കുമ്പോൾ സുവിശേഷം ആളുകളോട് പറയണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അവിടെ കൊണ്ട് തീരുകയല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ആ ഭാഗവും നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് അവിടെയും ഞാൻ നിൽക്കാതെ മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കൺഫ്യൂഷൻ ഇല്ല. ശിഷ്യരാക്കുക എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ബൈബിൾ അർത്ഥമാക്കുന്നത്, യേശു കർത്താവ് പഠിപ്പിച്ച കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെ കൃത്യമായിട്ട് ഗ്രഹിച്ച് ആത്മശക്തിയോടെ അത് പ്രായോഗികമാക്കുക എന്നതാണ്.
അത് മാത്രമല്ല, പഠിപ്പിച്ച കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിലെ സ്വഭാവം, മനോഭാവം കൃത്യമായിട്ട് 4 സുവിശേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൈഫ് സ്റ്റൈല് ഗ്രഹിച്ച് അതും ആത്മാവിന്റെ ശക്തിയോടെ പ്രായോഗികമാക്കുക, ഇതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അല്ലാതെ ഈ ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിന്റെ ശിഷ്യനാകുക, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുക എന്ന കാര്യം അസാധ്യമാണ്. അതുപോലെ ഞാൻ എടുത്തു പറഞ്ഞ ഒരു വിഷയം, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുക എന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കമാണ് പുതിയ ജനനം. ആ അനുഭവമില്ലാതെ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ കഴിയുകയില്ല. അവിടെയും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു, പ്രാദേശിക സഭകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ് പുതിയ ജനനം. പലർക്കും ഇല്ലാതെ പോകുന്നു. ന്യൂ ബർത്ത് ഉള്ള അനുഭവിച്ച ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മക്കൾ, കൊച്ചുമക്കൾ എന്നിങ്ങനെയുള്ളവർ ഒക്കെ 3ഉം 4ഉം ഒക്കെ തലമുറയാകുമ്പോൾ ഇതൊരു മതം എന്നതുപോലെ മുന്നോട്ട് പോകുന്ന ഒരനുഭവമാണ് പലയിടങ്ങളിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്ക് ടു ദ ബൈബിൾ, ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം കൃത്യമായിട്ട് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി അത് പ്രായോഗികമാക്കുവാൻ കർത്താവ് ധാരാളമായി തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ എല്ലാവർക്കും കർത്താവ് ഇടവരുത്തട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന വിഷയം ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നു. അവിടെയും അധികം നിൽപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ കൃത്യമായിട്ട് വേദഭാഗത്തിൽ നിന്ന് യേശു 100% പൂർണ്ണമായി അവിടുന്ന് ദൈവമാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ഇൻകാർണേഷനിൽ പൂർണ്ണമായും 100% അവിടുന്ന് മനുഷ്യനാണ് എന്ന നോൺ നെഗോഷ്യബിൾ ഡോക്ട്രിൻ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇതൊരു വളരെ വിശാലമായ കാര്യമാണ്. അപ്പൊ ആ ഭാഗം തന്നെ വാസ്തവത്തിൽ 1-2 ദിവസം എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. എന്നാൽ പ്രധാന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സൂചനകളാണ് വരുന്നത്. അത് ദൈവമക്കൾ ധ്യാനിക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം എന്ന് ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് നമ്മൾ ഈ ഭാഗം ഇത്ര എംഫസിസ് കൊടുക്കുന്നത്? That Jesus is fully God and Jesus is fully man. കാരണം ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരുടെ ഉള്ളത്തിൽ വരാൻ സാധ്യമായ ഒരു ചിന്ത, ഇതെന്താണ് ഈ പറയുന്നത്? യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ആ ചിന്ത നമ്മളെ ഈ വലിയ വിളിയിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്ത് നമ്മളെ മാറ്റാതിരിക്കുവാൻ വളരെ കൃത്യമായി ജീസസിന്റെ ഹ്യൂമാനിറ്റി, ഇറ്റ് ഈസ് റിയൽ, ഹി ഈസ് ട്രൂലി ഹ്യൂമൻ, നോട്ട് ജസ്റ്റ് an external form of humanity, but he actually was a human. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ദൈവത്വം ഒരിക്കലും നിഷേധിക്കാൻ കഴിയത്തില്ല. അവിടുത്തെ ഹ്യൂമാനിറ്റിയിലും അവിടുന്ന് ദൈവം തന്നെയാണ്. വേദശാസ്ത്രികൾ അതിനെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും.
one person, two natures. അതിൻ്റെ എല്ലാ ന്യൂവാൻസസും നമുക്കൊരു പക്ഷെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യമാകുകയില്ല. എന്നാലും ബൈബിൾ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് അതാണ്. ആ വെളിപ്പാട് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ബിബ്ലിക്കൽ ടീച്ചിങ്ങിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് പേഴ്സൺ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. അതൊന്നുകൂടെ ആവർത്തിക്കാം. യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ തന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു, എന്നേക്കും അങ്ങനെയായിരിക്കും. അപ്പൊ ഇതാണ് ജീസസിന്റെ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ബൈബിളിന് വളരെ കൃത്യമായിട്ട് പറയുവാനുള്ളത്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുന്നു. ജീസസിന്റെ മനുഷ്യ പ്രകൃതത്തിൽ സിൻഫുൾ നേച്ചർ ഇല്ലായിരുന്നു. നമ്മുടെ ഉള്ളിൽ ആഡമിൽ നിന്ന് നമുക്കൊരു സിൻഫുൾ നേച്ചർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ജീസസിന്റെ കൺസെപ്ഷൻ വാസ് ബൈ ദി ഹോളി സ്പിരിറ്റ് ആൻഡ് therefore he did not inherit a sinful nature. കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ജീസസിന്റെ ടെംപ്റ്റേഷൻസ് മുഴുവനും ഫ്രം ഔട്ട്സൈഡാ വരുന്നത്. നമ്മുടെ ടെംപ്റ്റേഷൻ ഇൻസൈഡിൽ നിന്ന് വരും. ഇത് ഒരു കൃത്യമായ ഒരു ഡിഫറൻസ് ആണ്. അതും ജീസസ് ഇസ് 100% ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അതുകൂടെ ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നും ആ വിഷയം ഒരല്പം കൂടെ ഒന്ന് തുടരുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കൃത്യമായി യേശു 100% ഹി ഈസ് ഹ്യൂമൻ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ അരക്കിട്ട് ഉറയ്ക്കണം. Why are we studying that? So that we will be convinced of it. ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ അവിടുത്തെ ആറ്റിറ്റ്യൂഡ്, അവിടുന്ന് എങ്ങനെ ജീവിച്ചു, അതാണ് ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ളത്. നമുക്ക് അതുപോലെയാണ് ജീവിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ യേശുവിൻ്റെ ഹ്യൂമാനിറ്റി 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ നിന്ന് വളരെ വ്യക്തമായി ജീസസ് 100% ഹ്യൂമൻ ആണ് എന്ന് നമ്മൾക്ക് പിന്നെയും മനസ്സിലാക്കാൻ കഴിയും. ഫിലിപ്പ് ലേഖനം 2:5-8 വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. എങ്കിലും അവിടുത്തെ ആ ലൈഫ് ഓൺ എർത്ത് ഇൻകാർണേഷനിലെ ചില കാര്യങ്ങളിലൂടെ അതിനോട് ചേർന്ന് പറയുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനം. കർത്താവിന്റെ ജനനം ദൈവമക്കൾക്കറിയാമല്ലോ, അത് വെർജിൻ ബർത്തായി. ഇങ്ങനെയൊക്കെ ഞാൻ പറയും, അത് തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ ചിലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂള് പഠിപ്പിക്കുന്ന ഒരു സാറ് ഒരിക്കൽ വെർജിൻ ബർത്ത് നിഷേധിക്കുന്നത് ഞാൻ കേട്ടതാണ്, നേരിട്ട് എന്നോടുള്ള സംഭാഷണം. അവർ സർപ്രൈസ്ഡ് ആണ് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. വെർജിൻ ബർത്ത് തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ്. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു സൂചന മാത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ് മറിയയിൽ ഈ കൺസെപ്ഷൻ നടത്തുന്നത്. അത് വിത്തൗട്ട് ദി ഇൻവോൾവ്മെന്റ് ഓഫ് എ ഹ്യൂമൻ ഫാദർ. അത് നമ്മൾ എല്ലാവരും എഗ്രി ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഈ വെർജിൻ മേരിയിൽ ഈ കൺസെപ്ഷൻ നടക്കുമ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ ഈ 2 പ്രകൃതങ്ങൾ യുണൈറ്റ് ആകുന്നത്. അവിടുന്ന് ദൈവമാണ്. ആ ദൈവത്വത്തോട് മനുഷ്യ പ്രകൃതം കൂടെ ചേർക്കുന്നതായി, ആഡ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും.
അത് only possible through the supernatural virgin birth. ദൈവത്തിന്റെ അപാര ജ്ഞാനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ സൺ ഓഫ് മേരി, ലൂക്കോസ് 1:31 അങ്ങനെ പറയുന്നു. 32 സൺ ഓഫ് ഹിസ് ഫാദർ ഡേവിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ 32 വാക്യത്തിൽ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ, 35 വാക്യത്തിൽ സൺ ഓഫ് ഗോഡ്. കണ്ടോ? ഫുള്ളി ഹ്യൂമൻ സൺ ഓഫ് മേരിയാണ്, അപ്പോൾ തന്നെ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ, ഫുള്ളി ഡിവൈൻ. 100% അവിടുന്ന് ദൈവം, ആൻഡ് ഹി ഈസ് ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. 100% മനുഷ്യൻ, ഹി ഈസ് ദ സൺ ഓഫ് മേരി. അപ്പൊ ഈ കൺസെപ്ഷൻ മിറാക്കുലസ് ആണ്. അതിന് നമുക്ക് ഡൗട്ട് ഇല്ല, നമ്മൾ ഒരിക്കലും അത് ഡൗട്ട് ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡൗട്ടുകളില്ല. ഐ ബിലീവ് വാട്ട് ദ ബൈബിൾ സേസ്. പക്ഷെ ഈ കൺസെപ്ഷൻ ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് മിറാക്കുലസ് ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ജനനം നിങ്ങൾ ചിന്തിച്ചാൽ ലൈക്ക് എവ്രി അതർ ബേബി. അപ്പം ദാറ്റ്സ് മൈ പോയിന്റ്. ആ ജനനം എന്നുള്ളത് ജീസസിന്റെ ഹ്യൂമാനിറ്റിയെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ലൂക്കോസ് 2:7. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ആദ്യം നമ്മൾ കുറെ മെഡിറ്റേഷൻസ് ചെയ്തിട്ട് വി വിൽ ബി മൂവിങ് ടു ദ ഗോസ്പൽ ഓഫ് ലൂക്ക്. അതിന്റെ ഓരോ അധ്യായത്തിലൂടെ കടന്നു പോകണം എന്നതാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്ത. അപ്പൊ ഇവിടെ ലൂക്ക് 2:7 അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. യേശുക്രിസ്തുവിന്റെ ജനനം സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു. അഗൈൻ ഞാൻ പറയാം, ഹിസ് കൺസെപ്ഷൻ വാസ് മിറാക്കുലസ്. ഇറ്റ് വാസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് വാസ് വിത്തൗട്ട് എ ഹ്യൂമൻ ഫാദർ. I am talking about the birth. ഒരു മനുഷ്യ മാതാവിൽ നിന്നുള്ള അവിടുത്തെ സാധാരണ മനുഷ്യജന്മം എന്ന വസ്തുതയിൽ നിന്ന് അവിടുത്തെ സമ്പൂർണ്ണ മനുഷ്യത്വം വ്യക്തമാണ്. ഇതാണ് പറയുവാനായിട്ട് താല്പര്യപ്പെട്ടത്. നമ്മൾ ചിന്തിക്കുന്ന ഇതാ, ജീസസ് ഇസ് ട്രൂലി 100% ഹ്യൂമൻ. അത് തെളിയിക്കാൻ, അടിവരയിടുവാൻ, ഹൃദയത്തിൽ പതിപ്പിക്കാനാണ് പിന്നെയും കഴിഞ്ഞ ആഴ്ചത്തെ ആ ക്ലാസ്സിനോട് ചേർന്ന് നമ്മൾ ഇത് പിന്നെയും ചിന്തിക്കുന്നത്. അപ്പൊ വെർജിൻ ബർത്ത് ആണ് വാസ്തവത്തിൽ ഈ ഫുൾ ഡീറ്റിയും ഫുൾ ഹ്യൂമാനിറ്റിയും ഒരു വ്യക്തിയിൽ യുണൈറ്റഡ് ആക്കുന്നത്, ജോയിൻ ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ആ വലിയ ജ്ഞാനമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഫുൾ ഹ്യൂമാനിറ്റി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഓർഡിനറി ഹ്യൂമൻ ബർത്തിലാണ്. ഒരു ഹ്യൂമൻ മദറാണ് ഇൻ ദ ഓർഡിനറി വേ ഓഫ് ലൈഫ് ബർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അവിടുത്തെ 100% ദൈവമെന്നുള്ളത് മേരിയുടെ വൂമ്പിൽ ഹോളി സ്പിരിറ്റിനാലാണ് കൺസെപ്ഷൻ നടക്കുന്നത്. വ്യക്തമായി എന്ന് ഞാൻ ധരിക്കട്ടെ. അപ്പം മേരിയിലൂടെ ജീസസ് ഇസ് പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒരു മനുഷ്യ ശരീരമായിരുന്നു ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴേ, ഈ നമ്മുടെ കാലണ്ടേഴ്സിലും ഒക്കെ ഒരു കർത്താവിൻ്റെ തലയുടെ ചുറ്റിനും ഒരു ഹാലോ ഒക്കെ കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവിടുത്തെ ഐഹിക ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ
യഹൂദിയയിലൂടെയും ഗലീലയിലൂടെയും ഒക്കെ നടന്നപ്പം ഇങ്ങനെ ഹാലോ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ട് നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ ഭയങ്കര ശോഭയായിട്ട് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരും. അങ്ങനെയല്ല. വളരെ ഒരു ഓർഡിനറി ജൂയിഷ് പേഴ്സണായിട്ടാണ് കർത്താവിനെ ആളുകൾക്ക് മനസ്സിലായത്. അപ്പൊ ഹി വാസ് ബോൺ ആസ് ഓൾ ഹ്യൂമൻ ബേബീസ് ആൻഡ് ഹി ഹാഡ് എ ഹ്യൂമൻ ബോഡി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ ലൂക്കോസ് 2:40 2:52 നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ 2 വാക്യങ്ങൾ. അവിടുന്ന് ഇപ്പൊ ബേബിയായി മാതാവ് പ്രസവിച്ചു. എല്ലാ കുട്ടികളും വളരുന്ന പോലെ അവിടുന്ന് വളരുകയാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. 52 വാക്യം, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അങ്ങനെ ഒരു ഹെൽത്തി ഗ്രോത്ത് ഫിസിക്കലി കർത്താവിനുണ്ടായിരുന്നു. ജ്ഞാനത്തിലും അവിടുന്ന് നിറഞ്ഞു വന്നു എന്നൊക്കെയാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇതൊക്കെ ദൈവം എന്ന നിലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളല്ല. ഇത് 100% അവിടുന്ന് മനുഷ്യനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചില വാക്കുകളാണ്. ഇനി നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്കറിയാവുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സഹോദരിയെ കാണേണ്ടതിന് ഏകദേശം 20 മൈലോളം കർത്താവ് നടന്ന് ഒരു കിണറിന്റെ അരികിൽ വന്ന കർത്താവ് അവിടെ ഇരിക്കുമ്പോഴാണ് സഹോദരി അവിടെ വെള്ളം കോരുവാൻ വരുന്നത്. ആ ചരിത്രം നമുക്കറിയാം. അപ്പൊ സഹോദരി കണ്ടപ്പോൾ എങ്ങനെയാണ് തോന്നിയത്? നിങ്ങൾ നോക്കിയൊരു വാക്യം, അതിന്റെ 10-ാം വാക്യം, ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദൻ ആയിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. സഹോദരി കണ്ടപ്പോ ദാറ്റ്സ് എ ജൂയിഷ് പേഴ്സൺ. അല്ലാതെ സഹോദരി ഹാലോ കണ്ട് ഞെട്ടിപ്പോയി ഒന്നുമില്ല. ആൻ ഓർഡിനറി ജൂയിഷ് പേഴ്സൺ. ഒരു ഹ്യൂമൻ ബോഡി ആയിരുന്നു കർത്താവിന്. അവിടുന്ന് അഡൽട്ട്ഹുഡിലേക്ക് വളർന്നു. ഇതെല്ലാം സൂചന തരുന്നത് ജീസസ് 100% മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചെന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയും. അത് ചിലപ്പോൾ ആവർത്തിച്ചില്ലെങ്കിലും നിങ്ങൾ അർത്ഥമാക്കേണ്ടതാണ്. ഈ 100% മനുഷ്യൻ 100% മനുഷ്യൻ എന്ന് ഞാൻ പറയുമ്പോൾ അതേ സമയത്ത് അവിടുന്ന് 100% ദൈവമാണ്. ഈ ചില ആളുകള്, കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞു, അവൻ തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ അല്ല ഒഴിച്ചെന്ന്. നോ, ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ കഴിയുമോ? ഇംപോസിബിൾ. പിന്നെ എങ്ങനെയാണ് ഈ 100% മനുഷ്യത്വത്തിൽ അവിടുന്ന് ജീവിക്കുന്നത്? അവിടുത്തെ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവിക പ്രിവിലേജസും പ്രൊറോഗേറ്റീവ്സും ഒക്കെ ഉണ്ട്. അത് ബോധപൂർവം അവിടുന്ന് ഉപയോഗിച്ചില്ല. മനുഷ്യത്വത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നോക്കിയേ, ഈ ഉപമകളെ പറഞ്ഞ് തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്,
ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. നസ്രയത്തിൽ ഹോം ടൗണിൽ ചെന്നപ്പോൾ അവർക്കറിയാം 30 വർഷമായിട്ട് അവിടുന്ന് ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ ജീവിച്ച് അവിടുന്ന് കാർപ്പൻറ്ററി വർക്ക് ചെയ്തതല്ലേ? അവർക്ക് അവിടുന്ന് ദൈവമാണെന്നുള്ള വെളിപ്പാട് കിട്ടിയില്ല. അവിടുത്തെ തികഞ്ഞ ഹ്യൂമാനിറ്റിയാണ് അവർക്ക് ബോധ്യമാകുന്നത്. ഇതൊക്കെ എങ്ങനെയാ ഇപ്പൊ ഈ പ്രസംഗിക്കുന്നു, ഈ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്? They identified him as an ordinary human being who lived among them. ഇതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ കർത്താവിന്റെ നെയ്ബേഴ്സും കർത്താവിനെ ഏറ്റവും അടുത്തറിഞ്ഞവരും എല്ലാം അവിടുത്തെ ഒരു ഓർഡിനറി പേഴ്സൺ ആണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ തിരുവെഴുത്തിലൂടെ ഒന്ന് വായിക്കുമ്പോൾ ഇത് നമ്മൾ ചിന്തിക്കണം. ദൈവം, God came down to earth and lived among us. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വാക്യം, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യം ഞാൻ അങ്ങ് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യത്തെ 3 വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു. ടോക്കിംഗ് അബൌട്ട് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ചില ആളുകൾ കൊണ്ട് ജീസസ് ക്രിയേഷൻ ആണെന്ന്. നോ, നിങ്ങൾ വായിക്കുക 3-ാം വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായി. എന്നിട്ട് എടുത്തു പിന്നെ പറയാ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഉളവായി എന്ന കാറ്റഗറിയിൽ വരുന്നത് മുഴുവനും സൃഷ്ടിച്ചത് ജീസസ്. ഹി ഈസ് ഗോഡ്. 4-ാം വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ അവിടെ എഴുതിയിരിക്കുന്നത് സോയ, ഇറ്റേണൽ ലൈഫ്. ഇതിന്റെ അർത്ഥം ഹി വാസ് ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ താഴോട്ട്, ഇത് അവിടുത്തെ ദിവ്യത്വം, ടീറ്റി സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ജോൺ ആണല്ലോ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന വാക്യം, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദിസ് ഈസ് അമേസിംഗ്. God, true God, the second person of the Trinity, came down and lived on earth as a human. Amazing, amazing. നമ്മുടെ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഇത് ധ്യാനിക്കണം പ്രിയരെ. എന്നിട്ട് 33 വർഷം അവിടുന്ന് ജീവിക്കാൻ ശുശ്രൂഷയ്ക്ക് ഏകദേശം 30 വയസ്സുള്ളവനായിട്ടാണ് അവിടുന്ന് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ടൈം. ആ ആദ്യത്തെ 30 വർഷം what was he doing? He was in Nazareth. ആളുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത്? നമുക്കറിയാമല്ലോ, മറിയണമല്ലേ ആ കാർപ്പൻട്രി വർക്കൊക്കെ ചെയ്യുന്നത്. അവര് സഹോദരന്മാരല്ലേ നമ്മുടെ. ആരെ പോലെയും ഒരു ഹ്യൂമനായിട്ട് നസ്രയത്തുകാര് റെക്കഗ്നൈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവിടുത്തെ ഹ്യൂമാനിറ്റിയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ഓർഡിനറി ലൈഫ് അവിടുന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഈ അന്തം വിടുന്നത്. ഈ അധികാരവും ഈ അത്ഭുതം ചെയ്യാനുള്ള ശക്തിയൊക്കെ ഇതൊക്കെ എവിടുന്ന് കിട്ടി? അല്ല, നമ്മളറിഞ്ഞ് അങ്ങനെ ഒരു ബൈബിൾ കോളേജിൽ പോയ വേറെ റബിയുടെ അടുത്ത് ഇരുന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല.
From where did he get this? Praise the Lord. ഇതുപോലെ അവിടുത്തെ സഹോദരന്മാരുടെ പേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ സഹോദരന്മാര് കൂടെ ജീവിക്കുകയല്ലേ. 12-ാം വയസ്സ് കഴിഞ്ഞ് ജോസഫിനെ കുറിച്ച് പരാമർശങ്ങളില്ല. ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് പോസിബിളി ജോസഫ് വാസ് ഡെഡ്. അങ്ങനെയാണെങ്കിൽ മൂത്ത മകൻ എന്ന നിലയിൽ മറിയത്തിന്റെയും പിന്നെ ഹാഫ് ബ്രദേഴ്സ് ആൻഡ് ഹാഫ് സിസ്റ്റേഴ്സിന്റെയും കാര്യമൊക്കെ അവിടുന്ന് പണിയെടുത്താണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. ഈ സഹോദരന്മാർക്കും സഹോദരിമാരും ജീസസിൽ വിശ്വസിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു പഠിച്ചാൽ സർക്കാസ്റ്റിക് ആയിട്ടാണ് അവർ പറയുന്നത്. They never believed that he is God while he was on earth. അവരും റെക്കഗ്നൈസ് ചെയ്തത് he is a human, അവരുടെ സഹോദരൻ എന്ന നിലയില്ല. അവരുടെയും പ്രതികരണങ്ങൾ നമ്മൾക്ക് വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലും കർത്താവായ യേശുവിന്റെ ഐഹിക ജീവിതത്തിൽ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഈ സഹോദരിമാരോ സഹോദരന്മാരോ വിശ്വസിച്ചില്ലെന്നാണ് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവനുസരിച്ച് ചിന്തിപ്പാൻ കഴിയുന്നത്. എന്നാൽ തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് അവർക്ക് ആത്മീക മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ലൈഫ് ആസ് എ ഹ്യൂമൻ പരിശോധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നിങ്ങൾ നോക്കുകയും അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. വഴി നടന്ന് ക്ഷീണിച്ചെന്നു. യു മീൻ ഗോഡ് ഈസ് ടയർഡ്? അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ ദൈവമല്ലേ? ദൈവമാണ് സഹോദര. പക്ഷെ 100% അവിടുന്ന് മനുഷ്യനാണ്. മനുഷ്യത്വത്തിലാണ് ഈ ടയർഡാകുന്നത്. ഇത് നമ്മുടെ അകത്തേക്ക് വരണം. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും, ഓ ജീസസ് അങ്ങനെ ചെയ്തു, ജീസസ് ഇങ്ങനെ ചെയ്തു, അത് അനുഗമിക്കാൻ പറഞ്ഞാൽ നോക്കാം. പിന്നെ എല്ലാം ഇപ്പൊ എല്ലാവർക്കും കഴിയും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് ഡൗൺ പ്ലേ ചെയ്യാൻ ഇടയായിത്തീരും. അതൊരിക്കലും ഉണ്ടാകല്ല. ദിസ് ഈസ് ഗോഡ്സ് കൗൺസിൽ. വി ആർ കോൾഡ്, വി ആർ കമാൻഡഡ് ടു ഫോളോ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ ധാരാളമായി നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, പരിശുദ്ധാത്മാവിനെ ഭാഷണത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്തു. എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാൻ പ്രേരണയുണ്ട് പ്രിയപ്പെട്ട. ഇപ്പൊ ഞാൻ ഒരുപാട് അടുത്ത് കാണും, ഞാൻ പരിശുദ്ധാത്മാവിന്റെ എല്ലാ ഗിഫ്റ്റുകളും വിശ്വസിക്കുന്ന ആളാണ്. ജെനുവിൻ ഗിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് പലതും ഉണ്ടാകുന്നത്. ട്രൂ പ്രോഫറ്റ് ഉണ്ട്, അതുകൊണ്ട് ഫേക്കും ഉണ്ട്. ഇപ്പൊ ട്രൂ ഇല്ലെങ്കിൽ ഫേക്കിന്റെ പരിപാടി കൊണ്ട് ഒന്നും നടക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി 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 എന്ന ആളുകൾ പറയുമ്പോൾ എന്തിനാണ് ഈ പവർ? ഒന്ന്, ക്രിസ്തീയ ജീവിതം നയിക്കാനാണിത്. 2, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അവിടുത്തേക്ക് തൃപ്തികരമായി പൂർത്തീകരിക്കാനാണ്. നമ്മുടെ ബലം കൊണ്ട് we cannot lead a Christian life and neither can we minister. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആത്മശക്തിയിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരദാനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി
ആത്മാവിന്റെ വിശേഷമായ പകർച്ച നടക്കുമ്പോൾ ആരും ആരെയും സഹായിക്കണ്ട, അല്ലാതെ ചിലപ്പോൾ ആത്മാവിന്റെ വിശേഷമായ ഒരു പകർച്ച ഒരാൾക്കുണ്ടായാൽ ചില അനുഭൂതികൾ അവർക്കുണ്ടായി എന്ന് വരും. ഇറ്റ് ഈസ് ഓൾ പോസിബിൾ in a move of the Holy Spirit. But അത് കൃത്രിമമായി ഒരാൾ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അത് ആത്മശക്തിയല്ല, കരവിരുതാണ്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആളുകളെ പിടിച്ച് ഞെക്കി തള്ളി താഴെയിടുന്നതല്ല ശക്തി. പക്ഷെ ഇറ്റ് ഈസ് പോസിബിൾ. മരിച്ചവനെ പോലെ വീണുവെന്ന് വരാം ആത്മാവിന്റെ അനുഭവങ്ങളിൽ. വി മസ്റ്റ് ഹാവ് എ ബാലൻസ്ഡ് വ്യൂ. ആത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമ്മൾ ഇത് ഡൈവേർട്ട് ചെയ്ത് വേറെ ഒരു രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ക്രിസ്തു ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നില്ല പലരും. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിലൂടെ പരിശുദ്ധയാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്റെ സംസാരം, നോട്ടം, ഇടപാട്, എന്റെ ക്രിസ്തീയ ജീവിതം, എന്റെ കുടുംബജീവിതം, സഭാജീവിതം, ഇതെല്ലാം യേശുവിന്റെ മനോഭാവത്തിലല്ലേ ആകേണ്ടത്. അത് എന്റെ ബലം കൊണ്ട് നടക്കില്ല, നിങ്ങളുടെ ബലം കൊണ്ട് നടക്കത്തില്ല. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും കർത്താവ് ഓരോ ശുശ്രൂഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനും ഒരു ഫംഗ്ഷൻ അല്ല, പല ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ തൃപ്തികരമായി ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ചെയ്യാൻ God has supplied us with power of the Holy Spirit. അങ്ങനെ ഇരിക്കുമ്പോൾ പവർ അനുഭൂതികളിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. അപ്പൊ അനുഭൂതികൾ ഇല്ലയോ എന്ന് ചോദിച്ചാൽ യെസ്, അനുഭൂതികളുണ്ട്. അനുഭൂതികൾ കൃത്രിമമായി ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. അതിനകത്ത് there is no power involved. ഞാൻ ഒരു ചെറിയ ലളിത ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഞങ്ങളുടെ വീട്ടില് കർത്താവ് അനുവദിച്ചു തന്നിട്ടുള്ള വാഹനത്തിൽ കയറിയിരുന്ന് സ്വിച്ച് ഓൺ ചെയ്തു. എൻജിൻ ഫയറായി, സ്റ്റാർട്ടായി. അപ്പൊ എരപ്പുണ്ടോന്ന് ചോദിച്ചാൽ എരപ്പുണ്ട്. പക്ഷെ വണ്ടി കാർപോർച്ചിലിട്ട് എരപ്പിക്കാനാണോ വണ്ടി? നിശ്ചിത സ്ഥാനത്തേക്ക് ഈ വണ്ടി പോകാൻ വേണ്ടിയാണ് ഈ വണ്ടി. അപ്പൊ ഞാൻ കുറച്ചു നേരം ഒരു അരമണിക്കൂർ അവിടെ ഇട്ട് പിന്നെ ആക്സിലറേറ്റർ ഞെക്കി കുറെ എരപ്പ് കാണിപ്പിച്ചാൽ ഇതാർക്കാണ് പ്രയോജനം? ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്ക് ചെന്നെത്താൻ കഴിയില്ല. നേരെ മറിച്ച് അതിന്റെ മറുവശം, അപ്പം വണ്ടി ഓടിക്കുന്നതിന് എരപ്പ് വന്നോ? അയ്യോ, ഉണ്ട്. ആത്മപ്രവൃത്തി കാര്യമായിട്ട് നടന്നാൽ അനുഭൂതികൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഓരോ വിധത്തിലായിരിക്കാം, ഇന്നതാകണമെന്നൊന്നുമില്ല. ഞാനൊരു ലളിത ഉദാഹരണം പറയാം. ചിലരങ്ങ് കരയുകയാണ്, എന്തോ ദൈവസ്നേഹത്താൽ കരയുന്നു. പക്ഷെ ഞാനിതൊരു ഉപദേശമാക്കി ഒരു ദിവസം പറയാം, പ്രിയമുള്ളവരെ, ഇന്നെല്ലാവരും കരയാൻ പോവാന്ന് പറഞ്ഞാൽ, ഓ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് തുടർന്നുള്ള സമയം എല്ലാവരും കരയാൻ പോവുക. അപ്പൊ എന്നെ കരച്ചിൽ മിനിസ്ട്രി ഉണ്ടോ? ആത്മപ്രവൃത്തിയിൽ വ്യത്യസ്ത നിലകളിൽ ദ സ്പിരിറ്റ് മൂവ്സ്. കൃത്രിമമായിട്ട് ഇതൊന്നും ചെയ്താൽ പവർ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ലെറ്റ് us be very clear on this. ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് പറഞ്ഞത് ജീസസിന്റെ ഹ്യൂമാനിറ്റിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്കിതുപോലെ ഒരു ലൈഫ്, ദൈവം നമ്മളെ വിളിക്കുന്ന ഈ ലൈഫ് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മശക്തി കൃത്യമായിട്ട് അനുഭവിച്ച് അത് എന്തിനാണ് എന്ന് മനസ്സിലാക്കി
ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് പകരം എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ജെനുവിൻ സ്പിരിറ്റിന്റെ മൂവ്മെന്റിൽ യെസ്, ബിബ്ലിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കും, അനുഭൂതികളായിട്ട് നടക്കും, മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരാള് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അതിനകത്ത് ദൈവകൃപയല്ല, അതിനകത്ത് ദൈവശക്തിയല്ല. അത് കണ്ടു നിൽക്കുന്നവർക്കും ഒക്കെ ഇത് മനസ്സിലാകത്തില്ലേ? ഈ ലോകത്തിലെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയല്ലേ, കേൾക്കുകയല്ലേ? ഇപ്പൊ ജീസസിന്റെ ഹ്യൂമാനിറ്റി 100% ഈസ് ഹ്യൂമൻ. ആ ഹ്യൂമാനിറ്റിയിലെ ജീവിതം നാം കോപ്പി ചെയ്യണം, അതുപോലെയാണ് ജീവിക്കേണ്ടത് എന്നാണ് ദൈവത്തിന് നമ്മൾ ഏവരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആഗ്രഹം. ആ ഹ്യൂമാനിറ്റി തറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ജീസസ് became tired. God never becomes tired. ഇത് ജീസസിന്റെ ഹ്യൂമാനിറ്റി 100% ആണെന്ന് കാണിക്കുന്ന ഒരു വാക്കാണ്. ഇതുപോലെ തന്നെ യോഹന്നാൻ 19:28 അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഈസ് ഗോഡ് തേഴ്സ്റ്റി? ജീസസിന്റെ ഹ്യൂമാനിറ്റിയിലാണ് തേഴ്സ്റ്റ്. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കല് ദൈവജനം ധ്യാനിച്ചപ്പോ കർത്താവിന്റെ ടെംപ്റ്റേഷൻസ് മാത്യു 4 അല്ലെങ്കിൽ ലൂക്ക് 4 രണ്ടിടത്തും 4th ചാപ്റ്ററിലാണ് നമ്മളത് ചിന്തിച്ചതാണ്. കർത്താവ് ഉപവസിച്ച് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? 40 ദിവസം കഴിഞ്ഞിട്ട് he was hungry. You mean God is hungry? He is God, no doubt, but this is in his humanity. 100% he is the man Jesus. And that's why we can follow him again by the power of the Holy Spirit, because we do not have any power in ourselves. ഇതുപോലെ കർത്താവായ യേശുക്രിസ്തു ഭാരമുള്ള ഒരു ക്രൂശും ചുമന്നുകൊണ്ട് പോവുകയാണ്. എന്ത് സംഭവിച്ചു? അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അതെന്താണ്? ഇഷ്ടം പോലെ പീഡനം കിട്ടിയ കർത്താവിന്റെ ബോഡിക്ക് അത് താങ്ങാൻ കഴിയാതെ വന്നു. ആ ഹ്യൂമൻ ബോഡിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരാളിനെ, കുറേനക്കാരനായ ശിമോനെ പട്ടാളക്കാര് പിടിച്ച് ഈ ക്രൂശ് ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. അതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് യാഗമായി തീർന്നു. പട്ടാളക്കാരൻ വന്ന് മരിച്ചിട്ടില്ലെങ്കിൽ കാലൊടിക്കാൻ വന്നു. പക്ഷെ ജീസസ് വാസ് ഓൾറെഡി ഡെഡ്. ആ ശരീരം, ആ ജീസസിന്റെ ഹ്യൂമൻ ബോഡി വാസ്തവത്തിൽ അത് മരിച്ചെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ നിശ്ചലമായി നിന്നു. ജസ്റ്റ് ലൈക്ക് എനി അതർ ഹ്യൂമൻ ബോഡി. പ്രൈസ് ഗോഡ്. Yes, I agree. On the third day he rose from the dead. പക്ഷെ ഞാൻ എംഫസിസ് കൊടുക്കുന്നത് ആ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളത്തിൽ അത് ബിയോണ്ട് എനി ഡൗട്ട് അത് പതിയണം. അതുപോലെ തന്നെ ദൈവമക്കൾ അറിയണം,
കർത്താവായ യേശുക്രിസ്തുവിന്റെ 12ാമത്തെ വയസ്സിലാണ് ലൂക്കോസ് ഒരനുഭവം അവിടെ പറയുന്നത്. 46-47 വാക്യങ്ങൾ 2ാമത്തെ അധ്യായത്തിൽ. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അപ്പൊ ഈ ജ്ഞാനം എവിടുന്നാ കിട്ടിയത്? പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നതോ ആ പരീശന്മാർക്ക്, അവർക്കറിയത്തില്ല ഇത് ദൈവത്തിന്റെ പുത്രനാന്ന്. അവിടുത്തെ ജ്ഞാനം എന്ന് പറഞ്ഞ ഈസ് ഒംനിഷ്യന്റ് ആൻഡ് ഹി സ്പോക്ക് ദ വേർഡ്. ഞാൻ മനസ്സിലാക്കുന്നത് പറയാം. കർത്താവ് 12ാം വയസ്സുവരെയും നന്നായിട്ട് ദൈവവചനം പഠിച്ചെന്നാണ്. കാരണം ഈ 2ാം അധ്യായത്തിൽ ഈ 46-47 ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിക്കുമ്പോൾ ഇതിന്റെ ആ സെഗ്മെന്റ് 41 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളുടെ ആ പാസേജിന് ഇടത്തും വലത്തും അല്ലെങ്കിൽ ആദ്യം അവസാനമായി ബുക്കൻസ് ആയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ വായിച്ച 40ാം വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്ന 40ാം വാക്യത്തിലും. എന്നിട്ട് ഈ പാസേജ് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ 52ാം വാക്യത്തിലാണ് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഇതിനിടയ്ക്ക് നടന്ന അവിടുത്തെ ജ്ഞാനമെല്ലാം നന്നായിട്ട് ദൈവവചനം വായിച്ച് മനുഷ്യത്വത്തിൽ അവിടുന്ന് പഠിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം. അപ്പൊ ഒരു ലേണിംഗ് പ്രോസസ് കർത്താവിനുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ പോലെ തന്നെ അവിടുന്ന് പഠിച്ചു എന്നതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ലളിതമാക്കി പറയാം. ജോസഫും മേരിയും കർത്താവ് ഭക്ഷണം കഴിക്കാൻ കൊച്ചു കുഞ്ഞെന്ന നിലയിൽ പഠിപ്പിച്ചു. അങ്ങനൊന്നുമല്ല. പിന്നെങ്ങനെയാ? ജീസസ് ഇസ് ടോട്ടലി ഹ്യൂമൻ. എങ്ങനെയാ സംസാരിക്കേണ്ടത് ഒരു പഠിപ്പിച്ചു കാണും. വായിക്കാൻ, എഴുതാൻ. കാരണം കർത്താവിന്റെ ഗ്രോയിങ് സ്റ്റേജ് ആസ് എ ഹ്യൂമൻ മറ്റ് എല്ലാവർക്കും ഉള്ളതുപോലെ. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ബൈബിൾ വളരെ ക്ലിയർ ആണ്. ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ഹി ഡിഡ് നോട്ട് സിൻ. ഹി ഈസ് ദ സിൻലെസ് Son of God. അപ്പൊ കർത്താവിന്റെ മനുഷ്യത്വത്തിൽ അവിടുത്തേക്ക് ഒരു ഹ്യൂമൻ മൈൻഡ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കേവർക്കും ദൈവവചനം പഠിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതാണ് പഠിപ്പിക്കേണ്ടത്. മറിയയും ജോസഫും ഒക്കെ പഠിപ്പിച്ചു. അത് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ന്യായപ്രമാണ പുസ്തകം സിനഗോഗിലാണ് മിക്കപ്പോഴും ഉണ്ടാകുന്നത്. നസ്രയത്തിലെ സിനഗോഗിൽ കാണും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സിനഗോഗിൽ ചെന്ന് പുസ്തകം വിടർത്തി തുറന്ന് അത് നിരന്തരമായി പഠിച്ചിരുന്നുവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്റെ നിഗമനമാണത്. 12 വയസ്സായപ്പോഴത്തേക്കും he could talk with the scholars of that time. ആ കാലഘട്ടത്തിലെ വേദശാസ്ത്രികളുമായിട്ട് സംസാരിച്ചു. And they were amazed.
കർത്താവിന് മഹത്വം. എബ്രായലേഖനം 5:8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പം ഒരു ലേണിംഗ് പ്രോസസ് ഉണ്ടായിരുന്നു. സാധാരണയായിട്ടുള്ള പഠിക്കുകയാണ്. പഠിച്ചിട്ട് ആ പഠിത്തം കാണിക്കുന്നത് അവിടുത്തെ ആ ജെനുവിൻ ഹ്യൂമാനിറ്റിയാണ്. അതുപോലെ കർത്താവിൻ്റെ ഈ മനുഷ്യ പ്രകൃതത്തിൽ ഞാൻ ചില റെഫറൻസുകൾ പെട്ടെന്ന് പറയാം. എല്ലാവർക്കും അറിയാവുന്ന വാക്യം യോഹന്നാൻ 11:35. കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്ന ഒരു വാക്യം. യേശു കണ്ണുനീർ വാർത്തു. അപ്പൊ നോക്കിയേ, കർത്താവിൻ്റെ ആ വികാരം, ഇമോഷൻസ്, ഒരു ഹ്യൂമൻ ഇമോഷൻസ്, ജീസസ് വെപ്റ്റ്. അതുപോലെ ശതാധിപന്റെ വിശ്വാസം കണ്ട് കർത്താവ് അതിനെ ശ്ലാഘിക്കുന്നു. മത്തായി 8:10, മത്തായി 26:38 കർത്താവിന്റെ ഉള്ളം അതിവേദനയാൽ നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 13:21 കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ്, ക്രൂശിക്കപ്പെടുന്നതിന് തലേ രാത്രിയിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവിടുത്തെ ഉള്ളം കലങ്ങിയെന്നാണ്. ഇതെല്ലാം അവിടുത്തെ മനുഷ്യത്വത്തിലാണ്. യോഹന്നാൻ 12:27 അതേ പ്രയോഗം കാണുവാനായിട്ട് കഴിയും. അതുപോലെ വേദപുസ്തകം എത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമല്ലേ, കർത്താവായ യേശുക്രിസ്തു he was tempted in all points like us yet did not sin. You mean God can be tempted? No. യാക്കോബിന്റെ ലേഖനത്തിൽ അത് വളരെ കൃത്യമാണ്. God cannot be tempted. Yet Jesus was tempted in all points just like us. പക്ഷെ ഒരു കാര്യം കൂടെ, yet he did not sin. അപ്പൊ ഇവിടെ എല്ലാം കർത്താവിന്റെ മനുഷ്യത്വം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ഇറ്റ് വാസ് എ റിസറക്റ്റഡ് ബോഡി, പക്ഷേ ഹ്യൂമൻ ബോഡി, ട്രൂ ഹ്യൂമൻ ബോഡി. കർത്താവിന് മഹത്വം. ഇത് പറഞ്ഞിട്ട് ബാക്കി ഉള്ള ഒരു 5 മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോസിബിൾ, ലോകത്തിൽ ഇനി ആരെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്ന നമ്മുടെ കാര്യം മാറിയിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇറ്റ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബട്ട് ദൈവം നമ്മളെ വിളിക്കുന്നത് അനുസരണത്തിന്റെ പാതയിലാണ്. ആർക്കും ചെയ്യാത്ത ഒരു കാര്യം ദൈവം തമ്പുരാൻ നമുക്ക് ഇട്ടുതരിക, എന്നിട്ട് നമ്മളെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിക്കുകയാണെന്നല്ല ചിന്തിക്കേണ്ടത്. അത് സാധ്യമാണ്. കാരണം അവിടുന്ന് 100% മനുഷ്യനായിരുന്നു. മനുഷ്യത്വത്തിൽ അവിടുന്ന് കാഴ്ചവെച്ച ജീവിതം, അവിടുന്ന് ജീവിച്ച ജീവിത ശൈലി, എനിക്ക് നൽകപ്പെട്ട ആത്മാവിനാൽ എനിക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള ആഗ്രഹം, ആശ, പ്രാർത്ഥനയാണ് നമ്മളിൽ വരേണ്ടത്. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാം. എന്തിനാണ് ബ്രദറെ ഇത് ഈ ശിഷ്യത്വം? ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിൽ പോവാണ്, ഇനി എന്തുവാ ഇതിനിടയ്ക്കൊരു ശിഷ്യത്വം? ചില ആളുകൾക്ക് അങ്ങനെ. ഞാന് ഒരു സഭയിലെ അംഗമാണ്. ഞാൻ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. ഞാൻ സന്തോഷമായിട്ട് പോവാം. സ്വർഗത്തിൽ പോകുമോ? പിന്നെ ഞാൻ സ്വർഗത്തിൽ പോകും. പിന്നെന്തുവാ ഇനി ശിഷ്യത്വം? ഇങ്ങനെ കമാൻഡ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഫോളോ ചെയ്യണം മനുഷ്യത്വം. അതിനെനിക്ക് പറയാനുള്ള ഒരു കാര്യം, ശിഷ്യത്വത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാകുന്നത് ഉൽപ്പത്തി പുസ്തകം 1 വരണം. 1:26-27 വാക്യങ്ങളിൽ 6-ാം ദിവസം രാവിലെ സമയത്ത്
സൃഷ്ടിപ്പുകൾ നടന്നു, മൃഗങ്ങളുടെയൊക്കെ. എന്നാൽ ഇൻ ദ ഈവനിങ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടക്കും. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ഒരു പ്ലാനിങ് നടക്കുന്നു. അവിടെ 1-2 പ്രയോഗങ്ങളുണ്ട്. നിങ്ങൾ ആ 26-27 വാക്യങ്ങൾ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങൾ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 27-ാം വാക്യം, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. 3 വട്ടം ഈ 2 വാക്യത്തിൽ സ്വരൂപം. അതിൽ 26-ാം വാക്യത്തിൽ ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് എന്നുണ്ട്. ശരിക്കും ആ 2 വാക്ക് അർത്ഥവ്യത്യാസം കൊണ്ടുവരികയല്ല, പാരലായിട്ടത് മനസ്സിലാക്കണം. സ്വരൂപം, God created man in his image and likeness. What does that mean? ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ആകണം എന്നുള്ളതാണ് ഇമേജ് എന്ന വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, ഞാൻ ഇങ്ങനെ ലളിതമായിട്ട് പറയാം. നിങ്ങളുടെ അവിടുത്തെ ഇപ്പം മേ ബി നിങ്ങളുടെ ഒരു പ്രസിഡന്റ് ആയിരിക്കാം. ഞാൻ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ഒരു ഇമേജ് കുറെ ആളുകൾ ഉണ്ടാക്കി പരസ്യ സ്ഥലത്ത് വെക്കുന്നു. എന്തിനാണ്? ഭാരതത്തിൽ എല്ലാവർക്കും അറിയാം, ഈസ് ദ ഫാദർ ഓഫ് ദ നേഷൻ, അങ്ങനെ ടൈറ്റിലാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം ഈ ഇമേജിനെ കാണുമ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കുവാനും അദ്ദേഹം ഭാരതത്തിന് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുവാനും സ്മരിക്കുവാനും ഒക്കെ ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തെയും ത്യാഗ സ്വഭാവത്തെയും ഒക്കെ ചിന്തിക്കാനുള്ള ഒരു ഇടമാണ്. ഇതുപോലെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ we are created for his glory. That is the purpose of man. നമ്മുടെ സ്വഭാവം ആളുകൾ കണ്ട് ഉണ്ടാക്കിയ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിനാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. We are made solely for God. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്നാണ് യെശയ്യാ പ്രവചനം 43-ന്റെ 7-ാം വാക്യം പറയുന്നത്. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കുന്നു. We are made in the image of God to glorify him. വേറെ ഒന്നുമില്ല. എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താ? ദൈവഹിതം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നാം നമ്മുടെ, അവിടെ ട്രയൂൺ ഗോഡിന്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീടാണ് ആ ട്രിനിറ്റിയുടെ വെളിപ്പാട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടും ഒരേ അർത്ഥം നിങ്ങൾ ചിന്തിച്ചാൽ മതി. മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ ദൈവത്തെ പോലെയാണെന്നും ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവനാണെന്നുമാണ്. ഇൻ ദ ലൈക്നെസ് എന്ന് പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ബീയിങ് ഇൻ ഗോഡ്സ് ഇമേജ്, എന്താ അതിന്റെ അർത്ഥം? അത് ഇംപെർഫെക്റ്റ്, അപൂർണമായിട്ടും പരിമിതമായിട്ടും ദൈവത്തിന്റെ സ്വഭാവത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു,
അത് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും പങ്കുവയ്ക്കുന്ന ഗുണവിശേഷങ്ങൾ. അത് തന്നെ ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ. ഉദാഹരണം, സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക. ദൈവത്തിന്റെ അത്രയും പൂർണ്ണ അളവിലല്ലെങ്കിലും നമുക്ക് ആ കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. ഇതുപോലെ നീതിബോധം, ഇങ്ങനെ കൃപ, കരുണ, നന്മ, സത്യസന്ധത, യുക്തിസഹതമായ ചിന്ത, പരസ്പര ബന്ധം, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതെന്താണ്? സർവജ്ഞാനി, സർവശക്തൻ, സർവവ്യാപി. അതൊന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിനല്ല നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം, ദൈവത്തിന്റെ ഈ സ്വഭാവം റിഫ്ലക്ട് ചെയ്യണം. പക്ഷെ മനുഷ്യൻ എന്തു പറ്റി? മനുഷ്യൻ വീണു, പാപിയായി തീർന്നു. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. പാപിയായ മനുഷ്യനിലും ദൈവത്തിന്റെ സ്വരൂപമുണ്ട്. അക്രൈസ്തവനാണെങ്കിലും അവനിലും ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. പക്ഷെ ആ സ്വഭാവം, പാപിയിൽ ആ സ്വഭാവം പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് കാണത്തില്ല. അത് വളരെ അടിഞ്ഞു കൂടി എന്ന നിലയിൽ കിടക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്യന്തികമായ പ്ലാൻ എന്ന് പറയുന്നത്, സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്ലാനിലേക്ക് ദൈവത്തിന് നമ്മളെ മടക്കിക്കൊണ്ടുവരണം. അതിന് ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യനായി അയച്ച് നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആ സ്വരൂപം പൂർണ്ണമായി കാണാം. ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. എന്തിനാ ശിഷ്യത്വം? We have to move to the original plan of God. The original plan സൃഷ്ടിപ്പിൽ കാണാം. We are created in the image of God. ആ ഇമേജ് പാപം നിമിത്തം ആ ഇമേജ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിട്ടില്ല, ഡീഫേസ്ഡ് ആയിട്ടുണ്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ട്. ആ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇമേജിനെ വീണ്ടും പഴയതായി അപൂർണതയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ റെസ്ക്യൂ മിഷനിലൂടെയാണ്. അതിന് ഒന്നാമത്തെ പടിയാണ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അവിടെ കൊണ്ട് നിൽക്കുകയല്ല, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാവും. ജീസസിൽ അപൂർണത നമുക്ക് കാണാൻ കഴിയും. That's the way man ought to live. ശിഷ്യത്വത്തിന്റെ പ്രസക്തി ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോവുക, എന്നാ പിന്നെ രക്ഷിക്കപ്പെട്ടെന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. Why are we still on earth? ദൈവത്തിന്റെ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർ ഇനിയൊരു പ്രോസസ്സാണ്. Daily being conformed to the nature of Jesus Christ. എന്നൊരു വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്താം. അറിയാമെന്ന വാക്യം, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ നേരത്തെ തന്നെ എഴുതി തന്നിരിക്കുക. എന്താണ് ഡെസ്റ്റിനേഷൻ? അവിടുത്തെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം. ആ ബിഗ് പിക്ചർ നമ്മൾ കാണണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബിഗ് പിക്ചർ കാണുമ്പോൾ we will understand what is discipleship all about. യേശുവിനെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ what is that? God wants to bring us back to the original position.
ആളുകൾ നമ്മുടെ വർത്തമാനം കണ്ട്, നമ്മൾ ക്രയവിക്രയം കണ്ട്, നമ്മുടെ മനോഭാവം കണ്ട് ജീവനുള്ള ദൈവത്തെ കാണണം. We must reflect the nature of God. Again I say communicable attributes. Again I say not perfectly. കാരണം നമുക്ക് പരിമിതികളുണ്ട്. എന്നാൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മള് പാപനിമിത്തം വികലമായി പോയി. എന്നിട്ട് ഇതല്ലല്ലോ പറയുന്നത്. മോനെ, മോളെ, നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാ. നോ, നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നീ വലിയ പുള്ളിയാകണം. ലോകത്തിലെ കുറെ കാര്യങ്ങൾ ഈ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതെന്തെങ്കിലും സക്സസ് ആകുമ്പോൾ ഓക്കെ, ദൈവം മാനിച്ചു. ദൈവം മാനിക്കുന്നതിലെ ആത്യന്തികമായി ദൈവം മാനിക്കുന്നത് രക്ഷാനിർണയം പ്രാപിച്ച നമ്മുടെ കുട്ടികൾ ശിഷ്യത്വത്തിന്റെ പാതയിൽ നടന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി നാട്ടുകാര് കാണുമ്പോൾ തന്നെ അതാണ് ഒരു ദൈവ പൈതൽ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയരെ, സ്തോത്രം. ഞാൻ എൻ്റെ വചനങ്ങളെ ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ഈ ലാസ്റ്റിൽ പറഞ്ഞത് രണ്ട് പ്രധാന കാര്യം. ഒന്ന്, ജീസസിന്റെ ഹ്യൂമാനിറ്റി. വൈ ആർ വി കോൺസെൻട്രേറ്റിംഗ്? ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി വാസ് റിയലി ഹ്യൂമൻ ആൻഡ് therefore we can follow the pattern which he has revealed in the scriptures. രണ്ട്, why this discipleship? I'm already on my way to heaven. Really? If you are on your way to heaven, this is the path to walk. Being conformed to the nature of Jesus Christ daily. അതാണ് സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ്. അതാണ് ക്രൂശ് എടുത്ത് അനുഗമിക്കുക. That is the way of Christian discipleship. അതാണ് നാരോ വേയിലൂടെ നടക്കുന്ന ആ ജീവിതം. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇളയവനായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും.